സ്മൃതി, ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ലാത്തിയെടുത്ത് വീശുന്ന ദൃശ്യമുണ്ട്. അത് ഇന്ന് നമ്മൾ തന്നെയാണ് ആദ്യം സംപ്രേഷണം ചെയ്തത്. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറാണ് ആദ്യം കൊടുക്കുന്നത്. ഇതടക്കം നമ്മൾ കൃത്യമായും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ സംഘർഷ രംഗത്തേക്ക് വരുന്ന ചില കോൺഗ്രസ് പ്രവർത്തകരിൽ കോൺഗ്രസ് ഗുണ്ടകൾ എന്ന് തന്നെ പറയാവുന്ന ചില ആളുകൾ നമ്മുടെ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഇവരുടെ മേലെങ്കും ഒരു നിയന്ത്രണവും കോൺഗ്രസ് നേതൃത്വത്തിനില്ലേ? നിയന്ത്രണം നഷ്ടപ്പെട്ടോ? നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസിനും അതുപോലെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു സംഘം നേതാക്കൾക്കും ചില ഘട്ടങ്ങളിലൊക്കെ ആ നിയന്ത്രണം നടപ്പാകുന്നുമുണ്ട്. നമ്മളത് കൃത്യമായി പറഞ്ഞു പോകണം. കാരണം ഇന്നലെ ഞാൻ 7 മണി ഡിബേറ്റ് അവസാനിക്കാറാകുമ്പോഴാണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പോൾ 8 മണിക്ക് തുടക്കത്തിൽ അത് എടുക്കാമെന്ന് പറയുന്നു. തുടക്കത്തിൽ ആ സംഘർഷ സാഹചര്യത്തിലേക്ക് നമ്മൾ ലൈവ് പോകുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സ് നമ്മൾ വേണ്ട എന്ന് വെച്ചു. നമ്മൾ തുടർച്ചയായ വാർത്തയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടുത്തെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായി അവിടെ പോലീസിൻ്റെ വലിയൊരു സംഘം നിൽക്കുന്നതും ഒരു പ്രവർത്തകരുടെ വലിയ പ്രകടനം, രാത്രിയാണ് ദൃശ്യങ്ങൾ നടക്കുന്നു. ഗ്രനേഡ് പ്രയോഗിച്ചതിൻ്റെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിൽ മൂക്കിന് ചോര പൊടിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഷാഫി പറമ്പിൽ അതോടൊപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും പോലീസിനോട് കയർത്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പോലീസ് എന്തോ മറുപടി പറയുന്നുണ്ട്. അത് ശബ്ദം അത്ര വ്യക്തമല്ല. പക്ഷേ പിന്നീട് ഷാഫി ആ ചോര ഒലിപ്പിച്ചുകൊണ്ട് തന്നെ ബൈറ്റ് തരുന്നുണ്ട്. ഷാഫി പറയുന്നു, ഈ ഈ അയ്യപ്പൻ്റെ പാളി ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അത് സമ്മതിക്കില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു. ഇത്രയും കഴിഞ്ഞ ശേഷം ഷാഫിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ സംഭവത്തിനോട് പ്രതിഷേധിച്ചുകൊണ്ട് പലയിടത്തും കോൺഗ്രസിൻ്റെ പ്രകടനങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം അത് തുറന്നിട്ടുണ്ട്? 9 മണിയൊക്കെ ആയപ്പോഴേക്കാണ് ആ പ്രതിഷേധം തുടങ്ങുന്നത്. അതൊക്കെ നമ്മൾ തത്സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് കുഴപ്പം കാണിച്ചത് നമുക്ക് കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണോ നമ്മൾ കാണുന്നത് അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് പറയുന്നുണ്ട് പോലീസ് ആക്രമിച്ചിട്ടില്ല, പോലീസ് ലാത്തി വീശിട്ടില്ല. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുമില്ല. ഇന്നലെ ആ ദൃശ്യങ്ങളില്ല. ഇന്ന് രാവിലെയും നമ്മൾ ആ വാർത്ത കൊടുക്കുന്നു. ഇന്ന് പ്രതിഷേധങ്ങൾ പ്ലാൻ ചെയ്യുന്നു. വിവിധ നേതാക്കൾ പ്രതികരിക്കുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം പ്രതികരിച്ചില്ലേ നമ്മളോട്? ഇന്ന് പ്രതികരിക്കുന്നു. ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ വാർത്തകൾ രാവിലെ മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർണിംഗ് ഷോ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ സംഭവം, അതായത് പോലീസ് ലാത്തി വീശി ഷാഫി പറമ്പിൽ എന്ന MP അറിഞ്ഞുകൊണ്ട് തന്നെ ഷാഫിയുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നു. നമ്മൾ അതിലേക്ക് പോകുന്നു. നമ്മൾ കൊടുക്കുന്ന വാർത്ത പോലീസിൻ്റെയും CPMൻ്റെയും വാദം പൊളിഞ്ഞു എന്നാണ്. പോലീസിന്റെ വാദം പൊളിയുന്നത് എങ്ങനെയാണ്? അവിടുത്തെ റൂറൽ SP പ്രതികരണം സാനിയോ എടുക്കുന്നുണ്ട്. ഫോണിലാണ് കിട്ടിയത്. ആ പ്രതികരണം പറഞ്ഞു, ഞങ്ങൾ ഗ്രനേഡ് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ, ഞങ്ങൾ ലാത്തി വീശിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ടിയർ ഗ്യാസ്. അപ്പോൾ ഗ്രനേഡാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. ടിയർ ഗ്യാസ് അല്ല, ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ടിയർ ഗ്യാസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ സാനിയോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണോ? അപ്പോൾ സാനി പറയുകയാണ്, കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല. കാരണം ലാത്തി വീശിയിട്ടുണ്ട്. കാരണം ആ ദൃശ്യങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാനിയോ കൃത്യമായി അവിടെ നടന്ന സംഭവങ്ങൾ പറയുന്നു. ഷാഫിക്ക് അടികിട്ടിയിട്ടുണ്ട്, പോലീസ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. എവിടെയും ഈ പറയുന്ന കോൺഗ്രസ് അണികൾക്ക് പ്രകോപനം ഉണ്ടാക്കേണ്ട ഒരു വിഷയമില്ല. ഇനി മറിച്ചാണെങ്കിൽ എന്താണ്? മറിച്ച് നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. മറിച്ചാണെങ്കിൽ നമ്മളെ ആക്രമിക്കുമോ? അതല്ലല്ലോ രീതി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? KC വേണുഗോപാലിനെ പോലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് മൂക്കിന് താഴെയാണ് നമ്മൾ എന്താണ് ആൾക്കൂട്ടാക്രമണമാണ് കാണുന്നത്. അഭിലാഷിന് ചുറ്റും ഒരു സംഘം വളഞ്ഞു നിൽക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുക. റിപ്പോർട്ട് ചെയ്യാൻ എന്തും സംഭവിക്കാം. ആ ആൾക്കൂട്ടത്തിന് എന്തും ചെയ്യാനുള്ള ഒരു ആലോചനയുണ്ട്. അക്രമ സ്വഭാവത്തിൽ അവിടെ നിൽക്കുകയാണ്. സാനിയോ എങ്ങനെയാണ്? സാനിയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഫോൺ, മാധ്യമപ്രവർത്തക അവരുടെ ഫോൺ നോക്കിക്കൊണ്ട് അവരെന്താണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കുന്നു. നിങ്ങൾ വാർത്ത കൊടുക്കണ്ടെന്ന് പറയുന്നു. ഫോൺ പിടിച്ചു വലിക്കുന്നു. അസഭ്യം പറയുന്നു. ഒരു ആൾക്കൂട്ടം ചെയ്യുന്നതാണ് ഒരു സ്ത്രീയോട്, ഒരു മാധ്യമപ്രവർത്തകയോട്. നമ്മൾ ഇന്ന് എന്താണ് മറ്റൊരു വാർത്ത വായിച്ചത്? താലിബാൻ വനിതാ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണമാണ്. എന്താണ് ചെയ്യുന്നത്? വനിതകൾക്ക് എന്തുകൊണ്ട് അവിടെ പ്രവേശനമില്ല? ഇവിടെ വനിതാ മാധ്യമപ്രവർത്തകരെ അതേ പാർട്ടിയുടെ അണികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. എന്ത് മോശമാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട DCC പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചു, വളരെ വ്യക്തമായി പ്രതികരിച്ചു. DCC പ്രസിഡന്റ് പറഞ്ഞു അത് അപലപിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹം കണ്ടിട്ടില്ല, അത് പാടില്ലാത്തായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ചില നേതാക്കൾ എന്നാണ് പറയുന്നത്, അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്ന വാർത്ത, ഇന്നലെ മുതൽ കൊടുക്കുന്ന വാർത്ത കാണാതെ ഇതിനെ ന്യായീകരിക്കുന്ന ചില നേതാക്കളും ടെലിഫോണിൽ വന്നിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെയല്ല കേട്ടോ. ഈ സൈബർ അണികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അണികളല്ല കേട്ടോ, ചില നേതാക്കളുടെ അണികളാണ്.
ഈ അണികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമില്ല. ഇവർ വിയർത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഇത് ചില നേതാക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ പൈസ വാങ്ങിയിട്ടാകാം, അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാകാം, അതല്ലെങ്കിൽ ഇങ്ങനെ അക്രമ സ്വഭാവത്തിലൂടെ ആകാം. അങ്ങനെ നടക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിൻ്റെ മുഖമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതേ സംഘമാണല്ലോ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ വി ഡി സതീശനെതിരെ തിരിഞ്ഞത്. വി ഡി സതീശനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തിയപ്പോൾ ഇവർ അണികളല്ല. ഇവരെ കണ്ടുപിടിക്കുകയും ഇവരെ എടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് ഇത് നല്ല ലക്ഷണമല്ല. കാരണം കോൺഗ്രസിന് മാത്രമല്ല കേട്ടോ, CPM-ലും ഉണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തകർ. പക്ഷേ മാധ്യമപ്രവർത്തകരെ ഈ രീതിയിൽ ആക്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല, ഈ സമയത്ത് കണ്ടിട്ടില്ല. സൈബർ ആക്രമണം നല്ലോണമുണ്ട്. തെരുവിലാക്രമിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. പോലീസിന് എന്തും ചെയ്യാവുന്നൊരു സാഹചര്യം ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നു. നുണ പറഞ്ഞുകൊണ്ട് ഈ ഭരണപക്ഷം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസുകാരാണ്. ഇപ്പുറത്ത് അണികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കോൺഗ്രസ് നേതൃത്വമാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അവരുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനാണല്ലോ പോയത്. KC വേണുഗോപാൽ പ്രതികരിക്കണം. KC വേണുഗോപാലിൻ്റെ അവിടുത്തെ പ്രസംഗം പോലീസിനെതിരെയായിരുന്നു. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ആ പോലീസുകാർ ആ സ്ഥാനത്തുണ്ടാകില്ല എന്ന് പറയുന്നു. അദ്ദേഹം ആ സമയത്ത് അത് കണ്ടിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഇതിനകം അറിഞ്ഞു കാണുമല്ലോ, പ്രതികരിക്കേണ്ടതുണ്ട്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വേണം, ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായി നടത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം. അതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒന്നടങ്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗുണ്ടായിസം നടത്തി മാധ്യമപ്രവർത്തനത്തെ തടയാനാകില്ല. Meet the editors.